ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ പ്രിയപ്പെട്ട മുത്തുമണികളെ, നമ്മുടെ SSLC പരീക്ഷയ്ക്ക് നിങ്ങളുടെ ആദ്യത്തെ യൂണിറ്റിൽ, അതായത് അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായ ഗൾബിലെ നിലാവ് പരീക്ഷയ്ക്കുള്ള വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഏതാണ് നമ്മുടെ പാഠമെന്ന് പറയുന്നത്? നിങ്ങളുടെ SSLCയിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗം ഗൾബിലെ നിലാവ്. അപ്പോൾ ഗൾബിലെ നിലാവ് എന്ന് പറയുന്ന KT മുഹമ്മദിൻ്റെ ആ ഒരു പാട്ട്, ആ ഒരു ഗാനം, അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നു ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ഗാനത്തിൽ നായകൻ്റെ കാത്തിരിപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് കണ്ടെത്തി എഴുതുക. അല്ലേ, ഇവിടെ നായകൻ, ഈ കവിത ഓർമ്മയുണ്ടോടാ? ഈ ഗൾബിലെ നിലാവ്. എന്താണ് ഈ ഗൾബിലെ നിലാവിലെ ആശയം എന്ന് പറയുന്നത്? ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഒരു നായകൻ തൻ്റെ കാമുകിയെ കാത്തിരിക്കുകയാണ്. അവൾ എവിടെയോ പോയിരിക്കുകയാണ്. അവൾ എന്താണ് തിരികെ വരാത്തത്? അല്ലേ, ആ പാട്ട് പോലെ, തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. ആ ഗ്രാമം കൊതിക്കുകയല്ല ഇവിടെ, മറിച്ച് കാമുകൻ കൊതിക്കുകയാണ്. എന്തു പറ്റി? എൻ്റെ പ്രിയപ്പെട്ടവൾ കുറേ നേരമായല്ലോ പോയിട്ട്, അവൾ എന്താ തിരികെ വരാത്തതെന്ന് പറയുന്ന കാമുകൻ്റെ കാത്തിരിപ്പിനെ പ്രതിവൽക്കരിക്കുകയാണ് നമ്മുടെ കവിത. അല്ലേ, നായകൻ കാത്തിരിക്കുകയാണ് കാമുകിയെ, അവൾ എന്താണ് തിരികെ വരാത്തത്? അങ്ങനെ കാത്തിരുന്ന് കാലൊക്കെ തരിച്ച്, അല്ലേ, കാത്തിരുന്ന് പുഴമെലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി. ആ പാട്ടിൽ അതേപോലെ തന്നെയാണ് തൻ്റെ കാമുകിയെ കാത്തിരിക്കുന്ന കാമുകനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ചോദ്യം ഇതാണ്: ഗാനത്തിൽ നായകൻ്റെ കാത്തിരിപ്പ് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് കണ്ടെത്തി എഴുതുക. നോക്കാം. ഗാനത്തിൽ നായകൻ തൻ്റെ പ്രിയപ്പെട്ടവൾക്കു വേണ്ടി ദീർഘനേരം കാത്തിരിക്കുന്നതും അതുമൂലമുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ അവസ്ഥയും വ്യക്തമാകുന്നുണ്ട്. അല്ലേ, കാത്തിരുന്ന് കാൽ തരിച്ചു പോയി എന്ന വരികളാണ് ഇത് കാണിക്കുന്നത്. നായകൻ്റെ കാത്തിരിപ്പാണ്, സഹനമാണ് ഇവിടെ. കാത്തിരുന്ന് കാൽ തരിച്ചു പോയി എന്ന് പറയുന്നുണ്ട് കവിതയിൽ. തൻ്റെ കാമുകിയെ, തൻ്റെ പ്രിയപ്പെട്ടവൾ എത്ര നേരമായി താൻ കാത്തിരിക്കുന്നു, എൻ്റെ കാല് തരിച്ചു പോയിട്ടോ എന്ന് അത്രയും സഹനശക്തിയോടുകൂടി തൻ്റെ പ്രിയപ്പെട്ടവളെ കാത്തിരിക്കുന്ന ഒരു കാമുകനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ദീർഘമായ കാത്തിരിപ്പ് കാരണം കാലുകൾക്ക് മരവിപ്പ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ആ കാത്തിരിപ്പിൻ്റെ ദൈർഘ്യവും നായകൻ്റെ സഹനവും വ്യക്തമാക്കുന്നു. അല്ലേ, കാത്തിരുന്നു കാല് തരിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ എത്രമാത്രം സഹനത്തോടു കൂടിയാണ്, ഇഷ്ടത്തോടു കൂടിയാണ് തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി ആ കാമുകൻ കാത്തിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു പാട്ട് ഓർമ്മയില്ലേ? താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ പൂനിലാവ് വന്ന് പൂവിതരണുണ്ട്. ആ ഒരു പാട്ടിൽ അതിനെന്ത് രസമല്ലേ? പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, അത്രയും സുന്ദരിയാണ് അവൾ എന്ന് പറയുന്നു. അതുപോലെ കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി, കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി എന്ന് പറയുന്നു. അത്രമാത്രം അവളെ കാണാൻ ആഗ്രഹത്തോട് കാത്തിരിക്കുന്ന കാമുകൻ്റെ ചിത്രമാണ് ഈ വരിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഒപ്പം കാമുകൻ്റെ കാത്തിരിപ്പും ആഗ്രഹവും, അല്ലേ, അവളെ കാണാനുള്ള കാമുകൻ്റെ കാത്തിരിപ്പും ആഗ്രഹവും ഇവിടെ പ്രകടമാണ് എന്ന് സാരം. ഓക്കെ, അടുത്ത ചോദ്യം. ഗാനത്തിൽ പഞ്ചവർണ്ണ പൈങ്കിളിയിലെ പങ്കുറങ്കുള്ളോളെ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? അല്ലേ, നായകൻ പറയുന്നുണ്ട് പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ. ആരെയാണ് നായകൻ വിശേഷിപ്പിക്കുന്നത്? ചിലപ്പോൾ 1-2 മാർക്കിന് ചോദിക്കാം. ഓപ്ഷൻസ്: അമ്പിളിമാമനെ, താമരപ്പൂവിനെ, പൂങ്കാവനത്തിൽ താമസിക്കുന്ന പെൺകുട്ടിയെ, പാട്ടുപാടുന്നയാളെ. എന്താണ് മക്കളെ ഉത്തരം? പൂങ്കാവനത്തിൽ താമസിക്കുന്ന പെൺകുട്ടിയെ. അല്ലേ, അതാരാണ്? ഈ നായകൻ്റെ നായിക, ഈ കാമുകൻ്റെ കാമുകി, താൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാണ് പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, അതായത് പൂങ്കാവനത്തിൽ താമസിക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞ് നായകനെ വിശേഷിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം. ഗാനത്തിൽ കാത്തിരുന്ന് കാൽ തരിച്ചു പോയത് ആർക്കാണ്? കാത്തിരുന്ന് കാൽ തരിച്ചു പോയി. ആർക്കാണ് ഗാനത്തിൽ കാൽ തരിക്കുന്നത്? നമുക്ക് ഓപ്ഷനൊന്നും വേണ്ട, അല്ലേ, സിമ്പിളാണ്. നായികയ്ക്ക്, ഗായകന്, അമ്പിളിമാമൻ, താമരപ്പൂവിന്. ഗായകനല്ലേ, ഗായകനാണ്. അതെ, ഗായകനാണ് എന്ത്? തൻ്റെ കാമുകിയെ കാത്തിരുന്ന് എന്ത് ധരിച്ചു പോകുന്നത്? കാല് ധരിച്ചു പോകുന്നത്. അത് നായികയെ ദീർഘനേരം ആ നായകൻ കാത്തിരുന്നതിൻ്റെ
തൻ്റെ നായിക എന്താണ്, തൻ്റെ പ്രിയപ്പെട്ടവൾ എന്താണ് വരാത്തത് എന്ന് ചിന്തിക്കുന്ന ആ നായകൻ്റെ ആ ചിന്തയെ, അവളുടെ വരവിനെ കാത്തിരിക്കുന്ന നായകൻ്റെ ആ വരവിൻ്റെ ഓർമ്മയെ, അവളുടെ ഇഷ്ടത്തെയെല്ലാം തന്നെ ഈ വരിയിലൂടെ അർത്ഥമാക്കുന്നുണ്ട് എന്ന് സാരം. അടുത്ത ചോദ്യം, ഗാനത്തിലെ നായിക എന്ന എവിടെ താമസിക്കുന്നതാണ് ഗായകൻ പറയുന്നത് അല്ലേ? ഗാനത്തെ നായിക എവിടെയാണ് താമസിക്കുന്നത് എന്നാണ് ഗായകൻ പറയുന്നത്. ഓപ്ഷൻസ്: അമ്പിളിമാമൻ്റെ കൂടെ, താമരപ്പൂങ്കാവനത്തിൽ, പൂന്തോട്ടത്തിൽ, ഗൽബിൽ. എവിടെയാണ്? താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ, പങ്കിറങ്കുള്ളോളെ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളല്ലേ? ഇപ്പം എന്താണ് ഉത്തരം? താമരപ്പൂങ്കാവനത്തിലല്ലേ? താമരപ്പൂങ്കാവനത്തിൽ. ഇപ്പം താമരപ്പൂങ്കാവനത്തിലാണ് തൻ്റെ പ്രിയപ്പെട്ടവൾ താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പൂവിൻ്റെ നടുക്ക് താമസിക്കുന്നു എന്നാണ് അർത്ഥം? അല്ല, താമരപ്പൂ പോലെ സുന്ദരിയാണ്, താമരപ്പൂ പോലെ മിടുക്കിയാണ്, മനോഹാരിതയുള്ളവളാണ് തൻ്റെ പ്രിയപ്പെട്ടവൾ എന്ന് താമരപ്പൂവിനോട് സൂചിപ്പിച്ചുകൊണ്ട്, ഉപമിച്ചുകൊണ്ട് പറയുകയാണ് ഗായകൻ ഈ വരിയിലൂടെ. അടുത്ത ചോദ്യം, ഗാനരചയിതാവ് തൻ്റെ കൺമണിയെ കാണുവാനായി കാത്തിരുന്നു, എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത് അല്ലേ? കാമുകിയെ കാത്തിരുന്നിട്ട് എന്താണ് ഗാനരചയിതാവിന് എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്? കാത്തിരുന്ന് കാൽ തരിച്ചു പോയി എന്നൊക്കെ പറയുന്നില്ലേ? ഇപ്പം കാമുകൻ്റെ ആ ഗായകൻ്റെ ഒരു സഹനമല്ലേ ഇവിടെ പറയുന്നത്? ഇപ്പം എന്താണ് ചോദ്യം? ഗാനരചയിതാവ് തൻ്റെ കൺമണിയെ കാണുവാനായി കാത്തിരുന്ന് എന്തു സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ നായകൻ തൻ്റെ നായികയെ കാത്തിരുന്നപ്പോൾ നായകന് എന്ത് സംഭവിച്ചു എന്നാണ് ചോദ്യം. നോക്കാം. കാത്തിരുന്ന് തൻ്റെ കാൽ തരിച്ചു പോയി എന്നും കൺമണിയെ കാണുവാനായി കണ്ണ് കൊതിച്ചു പോയി എന്നും ഗാനരചയിതാവ് പറയുന്നു അല്ലേ? കാത്തിരുന്ന് തൻ്റെ കാൽ തരിച്ചു പോയി എന്ന് പറയുന്നു. കൂടാതെ കൺമണിയെ കാണുവാനായി കണ്ണ് കൊതിച്ചും പോയി എന്ന് ഗാനരചയിതാവ് പറയുന്നു. ആ പാട്ട് പോലെ കാത്തിരുന്ന് പുഴമെലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി. ആ പാട്ടിട്ടാ കാത്തിരുന്ന് അല്ലേ? ആ ഒരു കാലത്തിൻ്റെ ഓർമ്മ. ഇത്ര വട്ടം ഞാൻ അവളെ കാത്തിരിക്കണം. ഇവിടെ കാത്തിരിക്കുകയാണ് കാമുകൻ കാമുകിക്ക് വേണ്ടി. എത്രയായി ഞാൻ കാത്തിരിക്കുന്നു, അവളൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന ഗായകൻ്റെ ആ നായകൻ്റെ ആ കാമുകൻ്റെ എല്ലാം ഒന്ന് തന്നെ കേട്ടോ. ഗായകനും കാമുകനും നായകനും എല്ലാവരും ഒരാൾ തന്നെയാണ്. അയാളുടെ കാത്തിരിപ്പിൻ്റെ വില, ആ കൺമണിയെ കാണുവാനുള്ള ആ കൊതി എല്ലാം തന്നെ ഈ വരിയിൽ പ്രകടമാണ്. അടുത്ത ചോദ്യം എന്താ മക്കളെ? ഗൽബിലെ നിലാവ് എന്ന ശീർഷകം, അതായത് തലക്കെട്ട്, ഗാനത്തിന് എത്രത്തോളം അനുയോജ്യമാണ് എന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. എന്താണ് ഗൽബിലെ നിലാവ് എന്ന് പറഞ്ഞാൽ അർത്ഥം? ഗൽബിലെ നിലാവ് അവൻ്റെ സ്വപ്നമാണല്ലേ? തൻ്റെ കാമുകിയോടുള്ള സ്വപ്നമാണ്, അവളോടൊരു ഇഷ്ടമാണ്, ആ പെൺകുട്ടിയുടെ സൗന്ദര്യമാണ്. ഇതൊക്കെയാണ് ആ ശീർഷകം ഗൽബിലെ നിലാവ്. അപ്പോൾ ഈ ഗൽബിലെ നിലാവ് എന്ന ശീർഷകം അല്ലെങ്കിൽ തലക്കെട്ട് ഗാനത്തിന് എത്രത്തോളം അനുയോജ്യമാണ് എന്നാണ് ചോദ്യം. നോക്കാം. ഗൽബ് എന്നാൽ ഹൃദയം അല്ലേ? ഗൽബ് എന്നാൽ ഹൃദയം. നിലാവ് എന്നാൽ ചന്ദ്രപ്രകാശം അല്ലെങ്കിൽ സന്തോഷം, സൗന്ദര്യം എന്നിവയുടെ പ്രതീകം. ഗാനത്തിലെ നായിക തൻ്റെ ഹൃദയത്തിലെ നിലാവാണ്. ഗൽബിലെ നിലാവ്, ഹൃദയത്തിൻ്റെ നിലാവാണ് തൻ്റെ നായിക അല്ലെങ്കിൽ കാമുകി എന്ന് കാമുകൻ പറയുന്നു എന്ന് ഗാനരചയിതാവ് പറയാതെ പറയുന്നു. അവൾ പൂനിലാവിനെ പോലെ പൂ വിതറുന്നവളാണ്, അമ്പിളിമാമനെ പോലും അമ്പരിപ്പിക്കുന്നവളാണ്. അവളുടെ നോട്ടം ഗൽബുകളിൽ ചലനമുണ്ടാകുന്നു അല്ലേ? ഗൽബിലെത്തി ഗൽബിലെത്തിയാണ് അവൾ. ആ മൊഹബത്ത് എന്ന് പറയുന്നത്, ആ പ്രണയം എന്ന് പറയുന്നത്, ആ ഇഷ്ക് എന്ന് പറയുന്നത് ഗൽബിലെ തീയാണ്. ആ നായകന് നായികയോടുള്ള പ്രണയത്തിൻ്റെ തീയാണെന്ന് ഇവിടെ വ്യക്തമാണ്. ആ ഹൃദയത്തിലെ പൂനിലാവ് വന്ന പോലെ ഗൽബിലെ നിലാവ്, ഹൃദയത്തിലെ പ്രണയത്തിൻ്റെ നിലാവാണ് ഈ കവിതയ്ക്കുള്ള തലക്കെട്ടിൻ്റെ ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുന്നത്. അമ്പിളിമാമനെ പോലും അമ്പരപ്പിക്കുന്നവളാണ്, അമ്പിളിമാമനെ പോലും തോൽപ്പിക്കുന്ന സൗന്ദര്യമുള്ളവളാണ്. അവളുടെ നോട്ടം ഗൽബുകളിൽ ചലനമുണ്ടാക്കുന്നു, സ്നേഹം, പ്രണയമുണ്ടാക്കുന്നു. കിസ്മത്താണ് മോളെ, കിസ്മത്ത്. അവൾ ഗാനരചയിതാവിൻ്റെ ഹൃദയത്തിലെ പ്രകാശവും സന്തോഷവുമാണ് അല്ലേ? എൻ്റെ നെഞ്ചാകെ നീയല്ലേ,
എൻ്റെ ഉന്മാദം നീയല്ലേ. അതേപോലെ നെഞ്ചു നിറയെ ഉള്ളു നിറയെ ആ പെൺകുട്ടിയോടുള്ള സ്നേഹമാണ് ഗൽബ് നിറയെ എന്ന് കാണാൻ സാധിക്കും. അതിനാൽ ഗൽബിലെ നിലാവ് എന്ന ശീർഷകം ഗാനത്തിൻ്റെ ആശയത്തിനും നായികയെക്കുറിച്ചുള്ള വർണ്ണനയ്ക്കും വളരെ അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ ഗൽബിലെ നിലാവ് എന്ന് പറയുന്നത് ഉള്ളിലെ സ്നേഹത്തിൻ്റെ, തൻ്റെ കാമുകിയോടുള്ള അല്ലെ അഭേദ്യമായ പ്രണയത്തിൻ്റെ ഒരു നിലാവിൻ്റെ പ്രതീകമായി സ്നേഹമായി മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായി സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ് മക്കളെ? കണ്ണുകളാൽ ഗൽബുകളിൽ കല്ലെറിയുന്നോളെ എന്ന പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കണ്ണുകളാൽ ഗൽബുകളിൽ കണ്ണെറിയുന്നോളെ അല്ലേ, കണ്ണുകളാൽ ഗൽബുകളിൽ കല്ലെറിയുന്നോളെ എന്ന പ്രയോഗം എന്താണ് അർത്ഥമാക്കുന്നത് നോക്കാൻ സാധിക്കും. നോക്കാം. തൻ്റെ നോട്ടം കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ പ്രണയമോ അനുരാഗമോ ആകർഷണമോ ഉണ്ടാക്കുന്നവളെ എന്നാണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം. ഈ പ്രണയിക്കുന്നവർ അങ്ങനെയല്ലടാ, കണ്ണോട് കണ്ണു നോക്കല്ലേ. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ. അതേപോലെടാ, പ്രേമിക്കുമ്പോൾ നമ്മൾ കണ്ണോട് കണ്ണു നോക്കും, ആ കണ്ണുകളിലൂടെ നമ്മൾ കഥ പറയും, നമ്മുടെ പ്രണയം അനുരാഗം കൈമാറും. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അവളുടെ നോട്ടം എന്താണ്? മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ പ്രണയത്തിൻ്റെയും അനുരാഗത്തിൻ്റെയും ആകർഷണം ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. നോട്ടം കൊണ്ട് തന്നെ ഹൃദയത്തിൽ ചലനമുണ്ടാക്കാൻ കഴിവുള്ളവളാണ് എന്നർത്ഥം. അതായത് നോട്ടം കൊണ്ടുപോലും ഒരുവൻ്റെ ഉള്ളിൽ പ്രണയത്തിൻ്റെ പൂമൊട്ട് വിതറിക്കാൻ കഴിവുള്ളവളാണ് തൻ്റെ പ്രിയപ്പെട്ടവളെന്ന് കവി ഇതിലൂടെ പറയുന്നു. ഇവിടെ നോട്ടം ഹൃദയത്തിൽ ഒരു ഇളക്കം ചലനമുണ്ടാക്കുന്നു. എന്താണ് ആ പെൺകുട്ടിയുടെ നോട്ടം? തൻ്റെ ഹൃദയത്തിൽ പ്രണയത്തിൻ്റെ, അനുരാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ചലനം സൃഷ്ടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രണയത്തിൻ്റെ ഒരു വലിയ സാധ്യതയാണ് ഈ വരിയിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് സാരം. അടുത്ത ചോദ്യം, പൂനിലാവ് വന്ന് പൂ വിതരണുണ്ട് അല്ലേ, പൂനിലാവ് വന്ന് പൂ വിതരണുണ്ട്. ഈ വരികളിലെ കാവ്യഭംഗി വ്യക്തമാക്കുക എന്നാണ് ചോദ്യം. എന്താണ് മക്കളെ പൂനിലാവ് വന്ന് പൂ വിതരണുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം? ആ പ്രണയമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ, അവരുടെ ഉള്ളിലെ പ്രണയം. നോക്കാം. പൂനിലാവിനെ പൂക്കൾ വിതറുന്ന ഒരാളായി സങ്കല്പിച്ചിരിക്കുന്നു. നിലാവ് പരക്കുന്നത് പൂക്കൾ വിതറുന്നത് പോലെ മനോഹരവും സൗമ്യവുമാണ് എന്ന് സൂചിപ്പിക്കുന്നു അല്ലേ. പൂനിലാവിനെ പൂക്കൾ പോലെ അല്ലേ. പൂക്കളെ സற்று പോയി വിടുങ്ങൾ, അവൾ വന്ന് വിട്ടാൾ, അവൾ വന്ന് വിട്ടാൾ. അതേപോലെയാണ് പൂനിലാവ് പൂക്കളായി വന്ന് വിടരുകയാണ്. ആ പെൺകുട്ടി എന്ന് പറയുന്നത് പൂനിലാവ് പോലെയാണ്, പൂക്കൾ പോലെയാണ്, മനോഹരമായ പ്രണയമാണ് ആ പെൺകുട്ടി തരുന്നത്. അതുകൊണ്ട് തന്നെ പൂനിലാവ് പോലെയുള്ള ആ പൂക്കൾ ആ പ്രണയത്തിൻ്റെ സൗന്ദര്യത്തെ എടുത്തു കാണിക്കുകയാണ് മക്കളെ ഈ വരികളിലൂടെ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? ഗാനത്തിൽ ആവർത്തിക്കുന്ന താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന അഭിസംബോധനയുടെ പ്രാധാന്യം എന്താണ് അല്ലേ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, ആ ഒരു വരി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന അഭിസംബോധനയുടെ, അതായത് ഗാനത്തിൽ ആവർത്തിക്കുന്ന താമരപ്പൂങ്കാവനത്തിൽ എന്ന അഭിസംബോധന വരിയുടെ പ്രാധാന്യം എന്താണ് നോക്കാം. ഈ ആവർത്തനം ഗാനത്തിന് ഈണവും താളവും നൽകുന്നു അല്ലേ. ഈണവും താളവും നൽകാൻ ഈ വരി നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. താമരപ്പൂങ്കാവനം എന്നത് സൗന്ദര്യത്തിൻ്റെയും പരിശുദ്ധിയുടെയും പ്രതീകമാണ്. അവിടെ താമസിക്കുന്നവൾ എന്ന് നായികയെ വിശേഷിപ്പിക്കുന്നതിലൂടെ അവളുടെ സൗന്ദര്യവും ആകർഷണീയതയും പരിശുദ്ധിയുമാണ് ഗായകൻ ഊന്നി പറയുന്നത്. താമരപ്പൂങ്കാവ് എന്ന് പറയുന്നത് മനോഹരമാണ്, പരിശുദ്ധമാണ്. അതിൽ താമസിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ താമരപ്പൂങ്കാവനം പോലെ ശുദ്ധവും പരിശുദ്ധവും സുന്ദരവുമാണ് തൻ്റെ പ്രിയപ്പെട്ടവളെന്ന് ഗായകൻ ഉറക്കെ പറയുകയാണ് ഇവിടെ. കൂടാതെ ഈ അഭിസംബോധന നായികയോടുള്ള ഗായകൻ്റെ സ്നേഹവും ആരാധനയും വ്യക്തമാകുന്നു അല്ലെ. നായികയോടുള്ള ഗായകൻ്റെ ആ സ്നേഹത്തെയും ആരാധനയും ഇവിടെ വ്യക്തമാക്കുകയാണ്. ഓരോ വർണ്ണനയ്ക്കു ശേഷവും ഈ വരി ആവർത്തിക്കുന്നത് നായികയുടെ ഈ സൗന്ദര്യ സങ്കല്പത്തെ മനസ്സിൽ ഉറപ്പിക്കാൻ സഹായിക്കുന്നു അല്ലേ. ഓരോ വരിയും ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ ആ നായികയുടെ സൗന്ദര്യ സങ്കല്പത്തെയാണ് മനസ്സിൽ ഇവിടെ ഉറപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? പഞ്ചവർണ്ണ പൈങ്കളിൽ പങ്കുറങ്കുള്ളോളെ എന്ന വിശേഷണം നായികക്ക് നൽകുന്ന അർത്ഥവ്യാപ്തി എന്താണ് അല്ലേ. പഞ്ചവർണ്ണ പൈങ്കളിൽ പങ്കുറങ്കുള്ളോളെ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? പഞ്ചവർണ്ണ കിളി അതിൻ്റെ വർണ്ണപ്പൊലിമ കൊണ്ടും ആകർഷണീയത കൊണ്ടും ശ്രദ്ധേയമാണ്. പഞ്ചവർണ്ണ കിളി നല്ല മനോഹരമല്ലേ, നല്ല സുന്ദരമല്ലേ, അതുപോലെ സൗന്ദര്യമുള്ളവളാണ് നായിക എന്ന് പറയുന്നു. പഞ്ചവർണ്ണ കിളി പോലെ സൗന്ദര്യമുള്ളവളാണ് ഇവിടെ നായിക എന്നീ വരി അർത്ഥമാക്കുന്നു. പങ്കുറങ്കുള്ളോളെ എന്ന പ്രയോഗം അവളുടെ
അവളുടെ സൗന്ദര്യത്തെയും ആകർഷണീയതയും ഒന്നുകൂടി ഉറപ്പിക്കുന്നു. അതായത് പഞ്ചവർണ്ണ പൈങ്കിളി പോലെ 5 നിറങ്ങളാൽ സുന്ദരിയായ ആ പക്ഷി പോലെ സൗന്ദര്യമുള്ളവളാണ്, പങ്കുള്ളവളാണ് തൻ്റെ പ്രിയപ്പെട്ട കാമുകി എന്നാണ് ഈ വരിയിലൂടെ കാമുകൻ പറയുന്നത്. അതായത് പഞ്ചവർണ്ണ പൈങ്കിളി പോലെ സുന്ദരമാണ്, സൗന്ദര്യമുള്ളവളാണ് തൻ്റെ പ്രിയപ്പെട്ട സഖി എന്ന് പറയുന്നു. പല നിറങ്ങളുള്ള കിളിയെ പോലെ വിവിധ ഭാവങ്ങളും അഴകും ഒത്തിണങ്ങിയവളാണ് നായിക എന്ന് പറയാനാണ് കവി ശ്രമിക്കുന്നത്. ആ പഞ്ചവർണ്ണ കിളി പോലെ നല്ല സുന്ദരിയാണ്, അത്രയും ആകർഷണീയത തൻ്റെ പ്രിയപ്പെട്ടവൾക്കുണ്ട് എന്നാണ് കവി ഈ വരിയിലൂടെ അർത്ഥമാക്കുന്നത്. ഇത് നായികയുടെ കേവലം ഭാഗ്യ സൗന്ദര്യത്തെ മാത്രമല്ല, അവളുടെ ആകർഷകമായ സ്വഭാവത്തെയും സൂചിപ്പിക്കുന്നു. ഈ പഞ്ചവർണ്ണ കിളിയുടെ സ്വഭാവം പോലെ പരിശുദ്ധമാണ്, നൈർമല്യമാണ് നമ്മുടെ നായികയുടെയും സ്വഭാവം. അതേപോലെ തന്നെയാണ് പഞ്ചവർണ്ണ കിളിയെ പോലെ സുന്ദരിയാണ്, സൗന്ദര്യമുള്ളവളാണ്, മനോഹാരിതയാണ് തൻ്റെ പ്രിയപ്പെട്ട നായികയെന്നും കാമുകൻ ഇതിലൂടെ പറയുകയാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ 2ാമത്തെ ചാപ്റ്ററായ ഖൽബിലെ നിലാവ്, അതിലെ നായകൻ്റെ കാത്തിരിപ്പ്, തൻ്റെ കാമുകിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നായകൻ്റെ കാത്തിരിപ്പാണിടാ ഈ കവിതയിലെ ഓരോ ആശയവും. പിന്നെ നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. നന്നായി കവിത വായിക്കുക, നന്നായി ചോദ്യങ്ങളൊന്ന് വായിച്ചു പോവുക. ഓൺ എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക, ഉയർന്ന മാർക്കിൽ പാസ്സാവുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.